നമസ്കാരം. വയനാട്ടിലെ ദുരന്തം നമുക്കെല്ലാം ഒരു പേടി സ്വപ്നമായെങ്കിൽ അതിനേക്കാൾ ഭീതിയോടെ അതീവ ഗൗരവത്തോടെ നാം നോക്കിക്കാണേണ്ടുന്ന മറ്റൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ. നിരീശ്വരവാദികളായ ആളുകളോട് മുല്ലപ്പെരിയാർ ചൂണ്ടിക്കാട്ടി നമുക്ക് നിസ്സംശയം പറയാം, ദൈവം ഉണ്ട് എന്നതിൻ്റെ തെളിവുകളിലൊന്ന് നമ്മുടെ മുല്ലപ്പെരിയാറാണ് എന്ന്. വിദേശികൾ വരെ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും നമ്മുടെ അധികാരവർഗത്തിന് അത് മനസ്സിലാക്കാറായിട്ടില്ല. ഇതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാകുന്ന ഒരു സമയമുണ്ട്, അധികാരം കയ്യിലില്ലാത്ത സമയം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ മുല്ലപ്പെരിയാർ വിഷയം ഇത്ര ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ, അതിനു വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യൻ, ഇപ്പോഴും പോരാട്ടം തുടരുന്ന മനുഷ്യൻ റസൽ ജോയി ആണെന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. ചില നേരങ്ങളിൽ മാത്രം ഈ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോയാണ്, എന്നാലും ഞാൻ അതൊരിക്കൽ കൂടി നിങ്ങളെ കാണിക്കാം. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. സത്യം, പഴയ വീഡിയോയാ. അതുകൊണ്ട് തന്നെ സാറ് പഴയ കാര്യമെല്ലാം മറന്നുപോയി. എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം നമുക്കറിയാം, മിണ്ടിയ കേസാവും. പക്ഷേ ശരിക്കുള്ള പ്രതികൾക്കൊക്കെ, അതും കാപ്പ കേസ് പ്രതികൾക്കൊക്കെ മാലയിട്ടും പ്രത്യേകം കേക്ക് മുറിച്ചുമൊക്കെയാണ് അണികളുടെ സ്വീകരണം. ഒന്നോർത്താൽ സാറിൻ്റെ ഭാഷയിൽ അതും ഒരു രക്ഷിച്ച് മാറ്റി നിർത്തലാണല്ലോ. പാവപ്പെട്ടവൻ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറിയോ എന്നൊരു സംശയം. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിനെയും നമ്മൾ അതിജീവിക്കുമെന്ന സ്ഥിരം പല്ലവി ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പോണില്ല. കാരണം അതിജീവിക്കാൻ എന്നെങ്കിലും ബാക്കി ഉണ്ടാവണ്ടേ? ഈ വിഷയത്തെക്കുറിച്ച് നിഖിൽ ജോൺ എന്ന വൈദികൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വൈദികൻ എന്ന് കേൾക്കുമ്പോഴേ സ്കിപ്പടിച്ച് പോകുന്ന ചിലരെങ്കിലും കാണും. നിങ്ങൾ അദ്ദേഹം പറയുന്നത് മുഴുവനായും ഒന്ന് കേൾക്കൂ. അല്പം കാര്യമുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാനിത് പങ്കുവയ്ക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതിനെയും നമ്മൾ അതിജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ഥിരം പല്ലവി ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാറിന് ശേഷം ഉണ്ടാവില്ല. കാരണം 6 ജില്ലകൾ മാത്രമല്ല അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുക. കെ സ്റ്റാലിൻ വളരെ ഉദാരമായി 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട്, ഈ 5 കോടി രൂപ കണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ 5 കോടി രൂപയിൽ ഞങ്ങളുടെ കണ്ണുകൾ മഞ്ഞളിക്കില്ല. കാരണം ഞങ്ങളുടെ കണ്ണുകളിൽ ഇന്നും ഒരല്പമൊക്കെ ഇരുട്ടാണ്. കാരണം ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും കൂടപ്പിറപ്പുകളും ഈ മുല്ലപ്പെരിയാറിൻ്റെ താഴെ കണ്ണിമ ചിമ്മാതെ പ്രാർത്ഥനയും ഉരുവിട്ടുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. വയനാട്ടിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായിരുന്നപ്പോൾ എപ്പോഴൊക്കെ കടന്നുപോയ ആ വഴികളും ഇറങ്ങി കാല് കഴുകിയ ആ നീരുറവിയും ഒന്നും ഇനിയില്ല എന്നുള്ളൊരു ഓർമ്മ ഒരല്പം വിഷമത്തേക്കാൾ ഉപരിയായി കൂടുതലും മനസ്സിലേക്ക് നിറയ്ക്കുന്നത് ഭീതിയാണ്. കാരണം ഞാനടങ്ങുന്ന ഒരു 35 ലക്ഷം ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളുണ്ട് നാട്ടിൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 850ഓളം മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയും 6 ജില്ലകളെ ഒറ്റയടിക്ക് മണിക്കൂറുകൾ കൊണ്ട് ഒന്നുമല്ലാതാക്കി നാമാവശേഷമാക്കി തീർക്കുവാൻ ശക്തമായ ഒരു ബോംബ് മുല്ലപ്പെരിയാർ. ഈ ചൂരൽമലയിലെ ഈ അപകടം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചോദ്യചിഹ്നം ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളതായിരിക്കണം. കാരണം ഈ ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയേറെ നാശം ഇത് വിതച്ചെങ്കിൽ ഒരു ജലബോംബായി നിൽക്കുന്ന ആ മുല്ലപ്പെരിയാറിൻ്റെ പതനം കൊണ്ടുണ്ടാകാവുന്ന നാശം എത്രയായിരിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റും. ആ മുണ്ടക്കൈ പോലുള്ള ഒരു ടൗൺ ഇല്ലാതായതുപോലെ 6 ജില്ലകളാണ് കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ പോകുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇതുവരെയും ആരും സംസാരിച്ചെടുക്കുക. എത്രയോ വീഡിയോകൾ, എത്രയോ യൂട്യൂബേഴ്സ്, എത്രയോ പേർ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. പക്ഷെ അധികാരികളിൽ ആരുടെയും ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അവരെ ബാധിക്കാത്തത് കൊണ്ടാണോ, അവരുടെ ആരുടെയും ബന്ധുക്കളോ മിത്രങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനത്തെ ഒരു നിസ്സംഗതാഭാവം ഇവർ പുലർത്തുന്നതെന്ന് പോലും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. വയനാട്ടിൽ ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം സഹായവുമായിട്ട് വന്നത് നമ്മുടെ സ്വന്തം അയൽക്കാർ, തമിഴ്നാട്ടുകാർ തന്നെയാണ്. കെ സ്റ്റാലിൻ വളരെ ഉദാരമായി 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട്,
ഈ 5 കോടി രൂപ കണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ 5 കോടി രൂപയിൽ ഞങ്ങളുടെ കണ്ണുകൾ മഞ്ഞളിക്കില്ല. കാരണം ഞങ്ങളുടെ കണ്ണുകളിൽ ഇന്നും ഒരല്പമൊക്കെ ഇരുട്ടാണ്. കാരണം ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും കൂടപ്പിറപ്പുകളും ഈ മുല്ലപ്പെരിയാറിൻ്റെ താഴെ കണ്ണിമ ചിമ്മാതെ പ്രാർത്ഥനയും ഉരുവിട്ടുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട്. ഒരല്പസമയത്ത് അവിടെ പ്രാർത്ഥനയില്ലായ്മ മതി ഒരുപക്ഷെ ആ മുല്ലപ്പെരിയാർ പൊട്ടിത്തകരാൻ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആരുടെയും കണ്ണുകൾ മഞ്ഞളിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായത്തെക്കാൾ ഉപരിയായി ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ്. ഈ വലിയൊരു വിപത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് പ്രവാസികളെ കഴിയുന്ന എത്രയോ പേരുണ്ട്. അവർ ഓരോരുത്തരും ഈ പുറം രാജ്യങ്ങളിൽ അവർ പോയി ജീവിക്കുന്നു. അവർ അവരുടെ നെറ്റിയിലെ വിയർപ്പ് അവർ ഒഴുക്കുന്നതും ഈ നാട്ടിൽ ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ കൂടപ്പിറപ്പുകൾക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനാണ്. പണമില്ലാത്തതാണോ പ്രശ്നം? പണം ഞങ്ങൾ ഒരുക്കി തരാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഉറപ്പോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്ന ഏതാനും രാത്രികളാണ്. ഡാം പണിയാൻ പണമില്ലെങ്കിൽ ഞങ്ങൾ ഒരുക്കി തരാം. പക്ഷേ ഇത് അത്യാവശ്യമാണ്. ഇനിയും കണ്ണടയ്ക്കരുത് പ്രിയപ്പെട്ട അധികാരികളെ. കാരണം കാലം ഓരോരോ സൂചനകളായി നമുക്ക് മുൻപിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. എത്രയോ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മളിതുവരെയും കണ്ടു. പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഓരോ തവണയും സത്യമാണ് നമ്മൾ അതിജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓരോ അതിജീവനം എന്ന് പറയുന്നത് ഈ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാകരുത്. അവസാനമായിട്ട് ചൂരൽമലയിലെ ഈ ഒരു മുന്നറിയിപ്പ്, ഈ ചൂരൽമലയിലുണ്ടായ ഈ ഒരു ഉരുൾപൊട്ടൽ ഇത്രയേറെ നാശം വിതച്ചെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ജലബോംബ് എത്രയേറെ നാശം വിതയ്ക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും അവരുടെയും ഇവരുടെയും സഹായത്തിൽ കണ്ണു മഞ്ഞളിക്കാതെ ദയവ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ 6 ജില്ലകൾക്ക് വേണ്ടി, ഈ 14 ജില്ലകളിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഉറപ്പാണ്. പണം ഒന്നിനും ഒരു പ്രതിബന്ധമല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറ്റവരെ വേണം. അവരുടെ കൂടെ ജീവിച്ച് ഞങ്ങൾ കൊതി മാറിയിട്ടില്ല. പക്ഷെ ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നവും ഒരമ്പും ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട്. എത്ര നാൾ? ഇനി എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം? എത്ര നാൾ ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാർ കാത്തിരിക്കും? എത്ര നാൾ ഇനിയും ഞങ്ങൾ കാത്തിരിക്കണം ഇതിന് ബദലായി മറ്റൊരു അണക്കെട്ട് അവിടെ ഉയരാൻ വേണ്ടി? ഇനിയും ക്ഷമയെ പരീക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മാത്രമല്ല, മുല്ലപ്പെരിയാറിൻ്റെയും. ഒരുപക്ഷെ 50 വർഷം പറഞ്ഞ ആ മുല്ലപ്പെരിയാർ ഇന്ന് 130ഓളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അതിന് അവിവേകം എന്ന് വിളിക്കേണ്ടി വരും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതിനെയും നമ്മൾ അതിജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സ്ഥിരം പല്ലവി ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാറിന് ശേഷം ഉണ്ടാവില്ല. കാരണം 6 ജില്ലകൾ മാത്രമല്ല അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുക മറ്റുള്ള ജനങ്ങൾ കൂടിയാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കുന്നു. നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളോട് കൂടെ ജീവിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറ്റവരോട് കൂടെ ജീവിക്കണം. സന്തോഷത്തോടെ